കൂട്ടാനിരിക്കുന്നേ അത് എടുത്തില്ലെണ്ണ. ഹലോ ഗൈസ്, അപ്പോൾ എന്ത് സംഭവിച്ചെന്നുള്ളത് നമുക്ക് വീഡിയോയുടെ അവസാനം കാണാം. അപ്പോൾ അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കിളിമീൻ രാവിലെ കിട്ടിയിട്ടുണ്ട്. അത് അരപ്പൊക്കെ പുരട്ടി ഗ്രില്ലൊക്കെ ചെയ്ത് നമ്മുടെ പൊതിച്ചോറിനകത്ത് സൈഡിൽ വെച്ച് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സവാളയൊക്കെ മിക്സ് ചെയ്ത് സെപ്പറേറ്റ് ഇലയിലാക്കി വെക്കുന്നത് ചോറിൻ്റെ കൂട്ടത്തിൽ ആ ഒരു മുരിച്ചിൽ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ബീൻസിൻ്റെ തോരനുണ്ടായിരുന്നു. അപ്പോൾ ഒരു മീൻ വറുത്തതിന് കുറച്ച് തോരനൊക്കെ ഒരു കോമ്പിനേഷൻ ആണല്ലോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ നാരങ്ങ അച്ചാർ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നല്ലൊരു ഊണിനുള്ളത് നമ്മളെ വാഴയിലെ പൊതിഞ്ഞു. അത് കൂടാതെ നല്ല ചൂട് സമയമൊക്കെ അല്ലേ, ഉച്ചയ്ക്ക് ഇച്ചിരി ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് നല്ലതാണല്ലോ. തണ്ണിമത്തനുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അതും മുന്തിരിങ്ങയും കൂടെ ചേർത്തിട്ട് നമ്മളൊരു ചെറിയ ഐസ്ക്രീം ഡെപ്പിക്കകത്ത് കൊടുത്തു വിട്ടിട്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഫുഡ് കഴിക്കുന്നതൂടെ ഇട്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നെനിക്ക് തോന്നിയായിരുന്നു. അപ്പം ഞാൻ ഇത്തവണ ചേട്ടനോട് പറഞ്ഞു എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പൊതിയൊക്കെ തുറന്ന് കഴിക്കുന്നൊരു വീഡിയോ എനിക്ക് സെൻഡ് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പൊതിയൊക്കെ തുറന്ന്, പക്ഷേ വായിലോട്ട് വെക്കുന്നത് മാത്രം കിട്ടിയില്ല, ബാക്കിയെല്ലാം എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ടിങ്ങളുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ടി ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ടി ഞങ്ങൾ ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ടി എടുക്കും. പെട്ടെന്ന് കഴിക്കട്ടെ, എന്ത് പടി ഇലപ്പൊതി ആണ്ടാന്നോ? ഞാൻ കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഫുഡ് അടി കഴിഞ്ഞിരിക്കുകയാണ്. കൂട്ടാനിരിക്കുന്നേ ഉള്ളൂ, അത് എടുത്തില്ലെണ്ണ. ഫ്രൂട്ട്സ് ആയിരുന്നു. മുന്തിരി എന്താ വേണം തണ്ണിമത്തന്. ഞാനങ്ങ് മേടിച്ചു. ഞാൻ വിചാരിച്ചു അവിടെ വീഡിയോ കാണുമ്പോൾ കൂട്ടാൻ കഴിച്ചില്ലല്ലോ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു പൊണ്ടാട്ടി. ഞാൻ വിചാരിച്ചത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇത് കാണണ്ട കേട്ടോ. എന്തോ കൂട്ടാനാന്ന്, മോര് കറി വല്ലോ ആയിരുന്നാ വിചാരിച്ചു. സൂപ്പറാ. കണ്ടായിരുന്നു എന്നെയോ? വീണ്ടും ഉണ്ടായിരുന്നു.